ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം ശ്രീനാരായണ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് ജില്ലാ ആശുപത്രിയിൽ പുനർജനി പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഉപകരണങ്ങൾ പുനരുപയോഗയോഗ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന NSSLന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന സേവന സംരംഭമാണ് പുനർജനി പദ്ധതി. ജില്ലാ ആശുപത്രി അധികൃതരുടെ സഹകരണത്തോടെ NSS വോളണ്ടിയേഴ്സ് ആശുപത്രിയിലെ തകരാറിലായ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി പെയിന്റ് അടിച്ച് പുനരുപയോഗത്തിന് തയ്യാറാക്കുകയും ആശുപത്രി പരിസരത്തെ പൂന്തോട്ടം, കെട്ടിടങ്ങൾ എന്നിവ വൃത്തിയാക്കുകയും ചെയ്തു. 50ഓളം NSS വോളണ്ടിയേഴ്സ് ഈ സന്നദ്ധ സേവന പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഓച്ചിറ പടനിലത്ത് വൃശ്ചികോത്സവത്തിന് തുടക്കമായി. വൃശ്ചിക പുലരിയിൽ പരബ്രഹ്മസന്നിധിയിൽ നിന്ന് ഭജനക്കുടിലുകളിലെ വിളക്കുകളിലേക്ക് ദീപം പകർന്ന് ഭക്തർ ഭജനം പാർക്കൽ ആരംഭിച്ചു. ഭക്തർക്ക് ഭജനക്കുടിലുകളും അനുബന്ധ സൗകര്യങ്ങളും പടനിലത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. വൃശ്ചികം 12-ന് 12 വിളക്കോടെയാണ് ഭജനം പാർക്കൽ പൂർത്തിയാക്കി വിശ്വാസികൾ മടങ്ങുക. അനശ്വര നടനായ ജയന്റെ അനുസ്മരണ ദിനമായ നവംബർ 16-ന് ഓലയിൽ ജംഗ്ഷനിലെ ജയന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ആരാധകരെത്തി പുഷ്പങ്ങൾ അർപ്പിച്ചു. ചിലർ പ്രതിമയ്ക്ക് സമീപം അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചു. ചിലർ വേഷപ്പകർച്ചയോടെ ജയന്റെ വേഷത്തിലെത്തിയാണ് സ്മരണ പുതുക്കിയത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സോണൽ കലോത്സവം പൂർത്തിയായി. കലാകിരീടം കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന് ലഭിച്ചു. ഓപ്പൺ സർവകലാശാലയുടെ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ അവർ 181 പോയിന്റോടെയാണ് പ്രഥമ സോണൽ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. കരിക്കോട് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 110 പോയിന്റ് നേടി 2ാം സ്ഥാനത്തും തിരുവനന്തപുരം നാലാഞ്ചിറ മാർവാനിയോസ് കോളേജ് 78 പോയിന്റ് നേടി 3ാം സ്ഥാനത്തുമെത്തി. സമാപന സമ്മേളനം സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കലോത്സവം 2025 നവംബർ 28 മുതൽ 30 വരെ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും. ഇതിനു മുന്നോടിയായാണ് 5 റീജിയണൽ കേന്ദ്രങ്ങളിലായുള്ള സോണൽ കലോത്സവങ്ങൾ പൂർത്തിയായത്. കൊല്ലം പട്ടണത്തിലെ ജനപ്രിയ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനായ റേഡിയോ ബെൻസിഗറിന് 15 വയസ്സ് പൂർത്തിയായി. പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 15ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ശ്രോതാക്കളുടെ വലിയ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടിക്ക് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വേദിയായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്കായി നടത്തിയ സാഹിത്യ മത്സരങ്ങളിലും നിരവധി പേർ പങ്കെടുത്തു. പൊതുസമ്മേളനം, കലാസാഹിത്യ പരിപാടികൾ, പ്രഭാഷണങ്ങൾ എന്നിവ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പ്രഥമ അക്ഷര കൈരളി പുരസ്കാരം വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. വായനാശീലം വളർത്തുന്നതിന് മികച്ച പദ്ധതികൾ നടപ്പാക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അക്ഷര കൈരളി. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച അക്ഷര മുന്നേറ്റം പദ്ധതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. രഞ്ജിത് കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. വിവിധ പദ്ധതികളിലൂടെ ഗ്രന്ഥശാലകൾക്കായി 1,10 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചു. അക്ഷര മുന്നേറ്റം പദ്ധതിക്കായി 2024-2025 സാമ്പത്തിക വർഷം 12 ലക്ഷം രൂപ ചെലവഴിച്ച് ലാപ്ടോപ്പ്, ഫർണിച്ചർ എന്നിവ ഗ്രന്ഥശാലകൾക്ക് വിതരണം ചെയ്തു. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രന്ഥശാലകളിലും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.